നിന്റെ പെങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ നീ ഇതുപോലെയാണോടാ പെരുമാറാ? കൃഷ്ണഭക്തിയായ മേരിയുടെ പ്രേമം മുതൽ ഇവിടെയുള്ള സാധാരണ പെൺകുട്ടികളുടെ പ്രേമം പോലും നടക്കാതെ പോയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരൊക്കെ ആസിഡ് എടുത്ത് ഒഴിക്കാൻ നിലയിൽ നാട്ടിലുള്ള ആമ്പിള്ളേരൊക്കെ മുഖമില്ലാതെ നടക്കേണ്ടി വരും ഇതിലൊക്കെ. കാരണം സാഹചര്യത്തെക്കുറിച്ചൊക്കെ അവരെപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് മാത്രമാടാ എപ്പോഴും അത് മനസ്സിലാവാത്തത്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞ പെണ്ണിനെ പിന്നാലെ നടന്ന് പ്രേമിക്കുന്നതും മറ്റൊരുത്തിന് ഉറപ്പിച്ച് വെച്ച പെണ്ണിനെ തെറ്റിദ്ധരിപ്പിച്ച് പ്രേമിക്കുന്നതും സിനിമയ്ക്ക് വേണമെങ്കിൽ നല്ലതായിരിക്കാം. യഥാർത്ഥ ജീവിതത്തിൽ ചെയ്താൽ അത് പാപ. അതൊരിക്കലും ചെയ്യരുത്. അകത്ത് പിശാച കിടക്കണത് ഇങ്ങനെയൊന്നും പറഞ്ഞ ഉമാർക്ക് മനസ്സിലാവൂല. പുലി, നിങ്ങൾ കുറച്ചു നേരം പുറത്തുപോയി നിന്നേ. നന്നായിട്ടൊന്ന് കുളിപ്പിച്ചു വിട്ടാൽ മതി. ഇനി ഒരുത്തിന് പോലും ഇവന് ഐഡിയ പറഞ്ഞു കൊടുക്കരുത്. എൻ കനവേ എൻ കനവേ എന്നീലക്കുയിലിൻ്റെ നാദം കേൾപ്പോ. നീയേയുള്ളൂ എൻ രാവിലോ ഞാൻ പാടാതെ പാടുന്ന പാട്ടുപോലെ. മലരെ ഞാനും പോകയാ ചിറകോ രണ്ടും തളർന്നിതാ. എന്നാലും ഈണം കേൾപ്പു നിനവേ. നിൻരാഗം എന്നിലെന്നും നിധിയേ. എൻ കനവേ എൻ കനവേ എന്നീലക്കുയിലിൻ്റെ നാദം കേൾപ്പോ. നീയേയുള്ളൂ എൻ രാവിലോ ഞാൻ പാടാതെ പാടുന്ന പാട്ടുപോലെ. മലരെ ഞാനും പോകയാ ചിറകോ രണ്ടും തളർന്നിതാ. ഹലോ, തെരുവിൽ കിടന്നേ അമ്പലത്തിലെ ഭണ്ഡാരത്തിലിട്ടോ. എന്നാ ശരി. എന്താണ് അത്? എന്റെയാണ് വർത്താനം പറഞ്ഞ കൈ നൂരി എടുത്തല്ലേ കിട്ടാകട്ടെ. നിൻരാഗം എന്നിലെന്നും നിധിയേ. നമ്മൾ ഡ്യൂട്ടിയിലുള്ളപ്പോൾ പേഷ്യൻസിന്റെ ബന്ധുക്കൾ ഒരുപക്ഷെ വികാരഭരിതരായി നമ്മളെ തന്നേക്കാം. അങ്ങനെ സംഭവിച്ചാലും ആ പേഷ്യന്റിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ കുട്ടീനെ രക്ഷിച്ചു. ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പല നേരമെന്നിൽ നിഴലാടിക്കാറ്റ് അഴകാലെ ഞാനോ ദൂരം താണ്ടാൻ. തളരാതെ ഞാനും മലർ പോലെ എന്നും ഈ പാതയോരം ദൂരം താണ്ടാൻ. ഒഴുകി ഒഴുകും പുഴയിലെ തഴ
ഒരു കാര്യം പറയണം, ഞാൻ ഒരു ജീവനെ രക്ഷിച്ചു. അയ്യോ, എന്താ ഫീലിംഗ്? എന്തോ വലുതായിട്ട് സാധിച്ച പോലെ ഉണ്ട്. ഇനിയൊന്ന് മനസ്സ് ചോദിക്കുക. മനസ്സ് നിറഞ്ഞോടാ. എത്ര വലിയ മാറ്റമാ എനിക്കുള്ളില്. പെണ്ണുങ്ങൾ മാത്രമല്ല, ഈ ജീവിതത്തിൽ എല്ലാം ഉണ്ടെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. നല്ല കാര്യങ്ങൾ ചെയ്താ അതും ഒരു ലഹരിയാ. അടുത്ത തലമുറ എന്നെ ചിന്തിക്കാൻ വെക്കും ഞാൻ. ശരിടാ വിക്കി. നാട്ടുകാർക്ക് എല്ലാവർക്കും മന്നം ഉണ്ടാക്കുന്ന നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഏത് അവസ്ഥ വന്നാലും എതിർത്ത് നിൽക്കണം. കർഷകരെയൊക്കെ ദൈവമായി കാണുന്ന കാലം അധികം വൈകാതെ ഉണ്ടാവും. ഇല വീഴും നേരം കഴുകുന്നി കാറ്റ് നിറമാടി സൂര്യൻ നിൻ ചാരത്ത് മറയാതെ നിന്നിൽ നിഴലായി ഞാനും ഇനി നാളിലെന്നും ഈണം മീട്ടാൻ പറന്നു പാറി പോകും നീ പറവ കൂട്ടമാകവേ നിഴലായി നിത്യം വരിക മനമേ പറയടാ വിക്കി. ട്രെയിനിങ് എല്ലാം അവസാനിപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇങ്ങോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യും. എൻ കനവേ എൻ നീലക്കുയിലിൻ്റെ നാദം പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. അണ്ണാ, വണ്ടി ഒന്ന് സൈഡാക്ക്. പറയടിയേ. ഇതാരെ പുലി ഇത്? ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് റൈറ്റ് ഹാൻഡ് കാണിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴല്ല അവൻ അടി വാങ്ങിച്ചത്, അപ്പോഴേക്കും അടുത്ത തെറ്റ് തുടങ്ങിയോ? ഇതുപോലെയുള്ള ആൾക്കാരാ മര്യാദയ്ക്ക് റോഡിലൂടെ യാത്ര ചെയ്യുന്നവരെ ഇടിച്ചിട്ടുണ്ട് പോകുന്നത്. ഓവർടേക്ക് ചെയ്തിട്ട് അവന്റെ അടുത്തേക്കൊന്ന് എടുത്തേ. വാഹനം ഓടിക്കുമ്പോഴേ മൊബൈൽ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായ? അയ്യോ എന്റെ പൊന്നെ, നീ ചെതറിപ്പോയോ? അവിടെ ഒരു ഒപ്പിട്ടേക്ക്. എന്താ അമ്മേ, ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് ഒപ്പിടുള്ളോ? അതെ, അവൻ മന്ത്രിയാ, ഞാൻ മന്ത്രിയാ. അങ്ങേര് തന്നെയാ മന്ത്രി. പുള്ളിക്ക് എന്താ ഇത്ര സംശയം അതിനെ ചൊല്ലി? ഒരു നല്ല കോൺട്രാക്ട് ഫയലാ. സംസാരിക്കേണ്ടതെല്ലാം സംസാരിച്ച് കഴിഞ്ഞു. ഇനി വരേണ്ടതെല്ലാം ഇങ്ങോട്ട് വന്നോളും. ഈ തവണ നിങ്ങൾക്ക് 1/2 കിലോ സ്വർണ്ണമാ ഒപ്പിടാൻ പറ. ഒപ്പിട്ട് കൊടുക്ക്. അപ്പൊ എനിക്ക് നിനക്ക് പിന്നെ ഉണ്ടാവില്ലേ? നീ ഒരു 1/4 കിലോ വെച്ചോ. ശരി. ദേ ഇങ്ങോട്ട് നോക്ക്, കാണുന്നവരെന്നെ കുറ്റപ്പെടുത്തരുത്. ഇങ്ങനെയുള്ളവരെല്ലാം ഗുണം പിടിക്കാതെ പോകും. ശരി ശരി. അവധിപ്പെട്ട് അനാഥരായി കരഞ്ഞ കണ്ണീരോടെ ചില്ലിക്കാശിന് പ്രയോജനമില്ലെന്ന് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നമ്മച്ചിയെ, പഠിച്ചതെല്ലാം പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ പറ. കയ്യടി കിട്ടും. വീട്ടിലെന്തിനാ ഇതൊക്കെ? അത് ശരി. ആട്ടെ, അനിയനെതിയെ? കുറച്ച് ദിവസമായിട്ട് അവൻ ആരോട് സംസാരിക്കുന്നില്ല, റൂമൊന്നും പുറത്തു വരുന്നില്ല. മുരുകൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത്. എന്തോന്ന്? ഇരിക്കേ. ഇരിക്കാൻ